പ്രണവ് മോഹൻലാൽ പറയാമല്ലോ അല്ലേ? അപ്പം പ്രണവായിട്ടുള്ള എക്സ്പീരിയൻസും ആൻഡ് അതിൽ വന്നിട്ടുള്ള മേക്കപ്പിൻ്റെ ഇപ്പം പ്രണവിന് ഇടയ്ക്ക് ഒരുപാട് കുറച്ചൊന്ന് എയറിലായതായിരുന്നു ഒരു ലുക്കിൻ്റെ വെച്ചിട്ടൊക്കെ അവിടുന്ന് വീണ്ടും എമ്പുരാനിലൂടെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു വേഷം കൂടെ ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് എങ്ങനെയാണ്? പ്രണവിൻ്റെ ലുക്ക് എയറിലാകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ചില വർക്കിൽ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചില ലിമിറ്റേഷൻസിലൂടെ കടന്നു പോകും. അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റേഷൻസ് നമുക്ക് സ്ക്രീനിൽ ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. എക്സ്ക്യൂസസ് ഇല്ലാതാവുമ്പോൾ തന്നെയാണ് ഒരു ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ പെർഫെക്ഷനിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് ഈ ഈ ചലഞ്ചിങ് എനിക്കും ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് പ്രണവിൻ്റെ ലുക്കിനകത്ത് ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടം മെൻഷൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, ട്രയൽ ചെയ്യണം എന്നുള്ള പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു ഓക്കെ ടേക്ക് യുവർ ടൈം എന്നുള്ള രീതിയിൽ ആ ഷൂട്ടിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോഴാണ് പ്രണവിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രണവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പ്രണവിൻ്റെ ഇപ്പോൾ ലാൽ സാർ എന്ന് പറയുന്ന ഒരു ഫാദർ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ നമുക്കറിയാം. പക്ഷേ പ്രണവിലേക്ക് എത്തുമ്പോൾ പ്രണവിന് ചുറ്റുമുള്ള ആളുകൾ പ്രണവിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര കൺസേൺ ആണ്. പക്ഷേ അപ്പം നമ്മളും ആ ഒരു മൊമെൻറ്റിൽ തന്നെയായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രീ വർക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള ലാൽ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നമ്പറില്ല. അപ്പോൾ പറഞ്ഞു ശ്രീജിത്ത് ഭായ് എന്നുള്ള, എനിക്ക് പ്രോപ്പർ വേർഡ് അറിയില്ല, ശ്രീജിത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് കോൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹലോ ആരാണ്? അപ്പോൾ എനിക്ക് ശബ്ദവും മനസ്സിലാവുന്നില്ല, നമ്പറും ഇല്ല. പെട്ടെന്ന് പറഞ്ഞു ചെന്നൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സിദ്ധു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, സിദ്ധു പനക്കിൽ എന്ന് പറഞ്ഞാൽ സിദ്ധു ചേട്ടൻ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ റീകളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സോറി ഞാൻ അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് ഷാർപ്പ് ടൈമിലെത്തും. ഓക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി വീട്ടിലേക്ക് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പ്രണവിൻ്റെ ഒരു പറഞ്ഞു കേട്ട പ്രണവിൻ്റെ ചില ഇഷ്ടങ്ങൾ കേട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ നമുക്കറിയില്ല അതെങ്ങനെയായിരിക്കും. അപ്പോൾ നേരിട്ട് ചെന്ന് ഞാൻ എൻ്റെ ബാഗും എൻ്റെ കൂടെ നരസിംഹസ്വാമി എന്ന് പറഞ്ഞൊരു ഹെയർ സ്റ്റൈലിസ്റ്റും കൂടിയുണ്ട്, വിത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് പുള്ളി. ഞാനും നരസിംഹസ്വാമിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാഗുണ്ട്. അപ്പോൾ ബാഗ് എടുത്ത് നമ്മൾ ചെന്ന് നമ്മൾ വിഗിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ വിഗിൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ പുള്ളി വളരെ കൂളായി തൊട്ടടുത്ത് നിൽക്കുക. അതായത് പുള്ളിക്ക് വേണ്ടി ഒരു ചെയർ അവിടെ ഇട്ടിട്ടുണ്ട്. ആ ചെയറിലാണ് നമ്മൾ ട്രയൽ മേക്കപ്പ് തുടങ്ങുന്നത്. പക്ഷേ പുള്ളി അവിടെ ഇരിക്കാതെ നമ്മളെ കംഫർട്ടാക്കാൻ വേണ്ടി നമ്മളടുത്ത് നിന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൗതുകത്തോട് നോക്കുക. ഇപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ബ്രഷ് കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ ചാടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാമി എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഫ്ലെക്സിബിളായിട്ട് പുള്ളി ആ ബ്രഷ് എടുത്ത് നിറഞ്ഞു തരുമ്പോൾ അപ്പം നമ്മൾ വീണ്ടും അതൊരു ഓർഗാനിക്കായിട്ട് ഭയങ്കര നാച്ചുറലായിട്ടുണ്ടാവുന്ന ചില റിഫ്ലക്ഷൻസ് ആണ്. അതായത് കൂടെയുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആ സെക്കൻഡിൽ നമുക്ക് മനസ്സിലായി. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ അതായത് ബ്രഷ് വീഴരുതേ എന്നുള്ള രീതിയിലാണ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഔട്ട്ലുക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പുള്ളി നേരെ സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, സുചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരോട് ചോദിച്ചു അമ്മ എന്നൊക്കെ. പുള്ളിക്കാരി ഹാപ്പിയാണ്. അപ്പോൾ സുരേഷ് ബാലാജി സാർ ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെ എന്തോ ഒരു സൺഡേ പ്രോഗ്രാമായിരുന്നു നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾ സമയം എടുത്ത് തീർത്തോളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ്. അതല്ല അങ്ങനെ ഔട്ട്ലുക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം എൻ്റെ ബാഗ് നോക്കുമ്പോൾ ബാഗ് കാണാമല്ല, ബാഗ് എടുത്തിട്ട് പുള്ളി പുറകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണം ബാഗ്. അതായത് ഞാനിതിൻ്റെയൊക്കെ ഒരു രത്നച്ചുരുക്കം എന്താന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയാം, ഇപ്പോൾ ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ചില മൊമെൻറ്റുകൾ, നമ്മളെ ഹൈപ്പുകൾ, നമുക്ക് കിട്ടുന്ന അപ്രീഷ്യൻസ്, അതിലൂടെയൊക്കെയാണ് നമ്മളെ തന്നെ ഞാൻ എന്ന് പറയുന്ന ചില ഭാവങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊരു 2 മിനിറ്റ് പ്രണവുമായിട്ട് സംസാരിച്ചാൽ അതില്ലാണ്ടാവും അതാണ് എനിക്ക് പ്രണവ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഷൂട്ടിൻ്റെ പ്രോസസ്സിലും അതെ. അതായത് ഷൂട്ട് പാക്കപ്പ് ആയി കഴിഞ്ഞിട്ടും
നമ്മൾ ആ ഷൂട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡോറ് തുറക്കുന്ന സമയത്താണെങ്കിലും പുള്ളി ഫ്രണ്ടിലുണ്ട്, പെട്ടെന്ന് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് പുള്ളി നിൽക്കുക, നമ്മൾ കിടന്നിട്ട് തടയ്ക്കുള്ളൂ. ആ ഒരു അറ്റൻഷനും അതിൻ്റെ ആവശ്യമില്ലാത്തൊരു ആളാണ്. അദ്ദേഹത്തിനെല്ലാം ഉണ്ട്, മീൻസ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലത്തെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഈ ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ കരിയർ ലൈഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണവ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് സത്യം പറഞ്ഞാൽ ഇനിയും എനിക്ക് പറയാൻ ചിലപ്പോൾ പറയാനുണ്ട്. അത് അറിയാതെ വരുന്നതാണ്. അത് അത്രയും എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അത് എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ മൊമെൻറ്റിലേക്കാണ് ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നത്. അത് അവിടെ ഇല്ലാണ്ടാവും.